നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ പ്രതിമാസം 1600 രൂപ എന്ന് പറയുന്ന ആ ക്ഷേമ പെൻഷൻ അത് 1458 സർക്കാർ ജീവനക്കാർ തട്ടിയെടുത്തു എന്നുള്ള വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഈ വാർത്ത കേട്ടപ്പോൾ സാധാരണ ആളുകളൊക്കെ ഒന്ന് ഞെട്ടി. ടീച്ചർ പറഞ്ഞ മാതിരി പലരും ലഭിച്ചു. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങളെ പറ്റി പഠിക്കുമ്പോൾ അതൊന്നുമല്ല. ഈ വ്യക്തമാക്കപ്പെട്ട തെളിയിക്കപ്പെട്ട അഴിമതിയുടെ പശ്ചാത്തലത്തിൽ ഇന്നലെ വന്ന വാർത്തകൾ അതിൽ രസമാണ്. 6 പേർക്കെതിരെ കണ്ടുപിടിച്ചു. 6 പേര് ഇതിന്റെ അകത്ത് 6 പേരാരാണ്? മണ്ണ് പരിശോധനാ മേഖലയിൽ പ്രവർത്തിക്കുന്ന 6 പേര് പ്രവർത്തിക്കുന്ന താൽക്കാലിക ജീവനക്കാരായ 6 പേരുടെ മേൽ നടപടി ആരംഭിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു സർക്കാർ ശക്തമായ നടപടി ആരംഭിക്കുന്നു, അഴിമതിക്കാരെ പിടിക്കാൻ പോകുന്നു. സംഭവം എന്താ? ആദ്യത്തെ 6 പേര് പിന്നെ ഒതുങ്ങും. ഈ നടന്ന ഏറ്റവും വലിയ കൊള്ള മറച്ചു വെക്കാനുള്ള അധികാരികളുടെ ഏറ്റവും വലിയ നടപടിയുടെ ഭാഗമാണ് ഇന്നലത്തെ ആ വാർത്ത. സംശയം വേണ്ട. നമ്മുടെ സമൂഹം ഇത് മുന്നോട്ട് പോകുന്നു. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു, എന്തുകൊണ്ട് കേരളദേശം പാർട്ടി രൂപീകരിക്കപ്പെട്ടു? ഈ രാജ്യത്തൊരു മാറ്റമുണ്ടാകണം, ഈ സംസ്ഥാനം രക്ഷിക്കപ്പെടണമെന്ന അചഞ്ചലമായ ആത്മാർത്ഥമായ ആദർശപരമായ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇതിലേക്ക് കടന്നു വന്നത്, ഈ രംഗത്തേക്ക് വരുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്താ എല്ലാവർക്കും അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അങ്ങോട്ട് കൂടുതൽ പോകുന്നില്ല. ഇന്ന് പഠിക്കുമ്പോൾക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് രാഷ്ട്രീയ ഭരണകർത്ത ഉദ്യോഗസ്ഥ ഒരു കൂട്ടുകെട്ട. അത് രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്, ഭരണകർത്താക്കളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. ഈ കൂട്ടുകെട്ട് നടക്കുന്ന അഴിമതികളെ നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങപ്പെടുകയാണ്. ഇന്നത്തെ അവസ്ഥ എന്താ? എല്ലാ കണക്കുകളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ സംസ്ഥാന വരുമാനത്തിന്റെ 80% നിർവാക്കുന്നത് 3% താഴെ വരുന്ന സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനുമായിട്ടാണ്. സംസ്ഥാന വരുമാനത്തിന്റെ 80% ചെലവാക്കുന്നത് 3% താഴെ വരുന്ന സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനുമായിട്ട്. ബാക്കിയുള്ള 97% പേർക്കും ചെലവാക്കാനുള്ള എത്രയുള്ളത്? 20% കൊണ്ടോ ഇല്ല. ഇത് കഴിഞ്ഞ് ബാക്കി വരുന്ന ഈ 20% കൊണ്ടാണ് നമ്മുടെ വികസന കാര്യങ്ങളിലേക്ക് നടത്തുന്നത്. ആ വികസന കാര്യങ്ങളുടെ അവസ്ഥ എന്താ? അടുത്ത കാലത്ത് വന്ന കണക്കിൽ സർക്കാർ ഖജനാവിൽ നിന്ന് വികസന കാര്യങ്ങൾക്ക് വേണ്ടി 1 രൂപ മുടക്കുമ്പോൾ ഉപയോഗിക്കുന്നത് 13 പൈസയാണ്. ബാക്കി 87 പൈസയും ഉദ്യോഗസ്ഥന്മാരും കോൺട്രാക്ടറും ഭരണകർത്താക്കളും എല്ലാം ഒന്നിച്ചു കൂട്ടായി കൊള്ളയടിക്കുന്നു. ആകെയുള്ളത് 20% തുക വികസന കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ അതിന്റെ ഏകദേശം 87% തുകയും കൊള്ളയടിക്കപ്പെടുന്നു. ഇവിടെ പാവപ്പെട്ട കർഷകർക്ക് വേണ്ടി അതുപോലെ ആളുകൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. സംസ്ഥാനത്ത് കടക്കണിലേക്ക് മാറി വീണ് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ശരാശരി ഇവിടെ ഒരാൾക്കുടെ കടം 1 ലക്ഷം 1,1.5 ലക്ഷം മേലെയാണ്. അവനെ കൊള്ളയടിക്കുകയാണ്. കൃഷിക്കാരുണ്ടാക്കുന്ന അധ്വാനഭാരമെല്ലാം സാധാരണക്കാരുണ്ടാക്കുന്നതെല്ലാം അടിച്ചുകൊണ്ട്
ഉദ്യോഗസ്ഥ മേഖലയിലേക്ക് പോകുന്നു. അവർക്ക് ഒത്താശതുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഭരണകർത്താക്കളും മാറുന്നു. കാരണം എന്താ? രാഷ്ട്രീയ തലങ്ങളിലെ ഭരണതലങ്ങളിൽ അഴിമതി നടക്കാമെങ്കിൽ ഉദ്യോഗസ്ഥ സപ്പോർട്ട് വേണം. നമുക്കറിയാം, ഇന്നൊരു MLA-ക്ക് ഒരു പ്രതിമാസ വരുമാനം ഏതാണ്ട് 4 ലക്ഷം രൂപ ഭേദം വരും. ഞാൻ കണക്കിലേക്കൊന്നും പോകുന്നില്ല. അവിടെ സമരമൊന്നും വേണ്ട, അവരുടെ വരുമാനം കൂട്ടാൻ. എല്ലാം എല്ലാം ശുപാർശ വരും, തീരുമാനിക്കും. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ജനങ്ങളെ വഞ്ചിക്കുന്ന, ജനങ്ങളെ കൊള്ളയടിക്കുന്ന അവസ്ഥയിലേക്ക് ഭരണകർത്താക്കളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉദ്യോഗസ്ഥ മേഖലയും മാറിയപ്പോൾ, എല്ലാവരും ഭാഗമായിട്ട് മാറുമ്പോൾ ഈ സംസ്ഥാനത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പുതിയ മൂവ്മെന്റ് അനിവാര്യമായി വന്നിരിക്കുന്നു. ആ പുതിയ മൂവ്മെന്റാണ് കേരള ദേശം പാർട്ടി എന്ന് പറയുന്നത്. ഈ സംസ്ഥാനം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നാം ബഹുമാനിച്ച ഈ നാട്, കേരളം, ഇന്ന് പിശാചിന്റെ നാടായി മാറുമ്പോൾ ഈ സംസ്ഥാനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടമാണ് കേരള ദേശം പാർട്ടി. ആ പാർട്ടി ഇവിടെ നടത്തുന്ന ഈ സമരം തുടക്കമാണ്. നമുക്ക് ഒറ്റക്കെട്ടായി ഒരേ ശബ്ദത്തിൽ ജാതിയും മതവും വർഗവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ രക്ഷയ്ക്കായി ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.